മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. ഒരു നഷ്ടം ഉണ്ടായിരുന്നു മുത്തുമണികളെ സുന്ദരം അടിപൊളി വൈബുണ്ടല്ലോ ഞങ്ങൾ. അതിൻ്റെ മോനത് വീടിൻ്റെ മുൻഭാഗത്ത് നോക്കി കാണുന്ന സ്ഥലമായിട്ട്. മാഷാ അല്ലാ, ഈ വീടുണ്ടല്ലോ ഞങ്ങൾ അത്യാവശ്യം നല്ല വലുപ്പം, നല്ല മോഡലും കാര്യങ്ങളും. മാഷാ അല്ലാ, അടിപൊളി വീടാട്ടോ, നല്ല വൈബുള്ള സ്ഥലം. ഞാൻ കാണിച്ചു തന്നില്ലേ ഇതിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ മുത്തുമണികളെ ഞങ്ങൾ. അപ്പം ഓപ്പൺ ക്ലീനിങ്ങാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഓപ്പൺ ക്ലീനിങ് എന്താണെന്ന് നമ്മൾ ആഫ്റ്ററിൽ കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് ഓപ്പൺ ക്ലീനിങ്ങും സാധാ ക്ലീനിങ്ങിൻ്റെ മാറ്റം. ഇതിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ റൂമിൻ്റെയൊക്കെ ചളിയും പൊടിയൊക്കെ മാറാല ആകെ പുടുത്തം പൊട്ടിക്കുക. അതിൻ്റെ സംഭവം എന്താ പറയുക, ഏകദേശം ഒരുപാട് കാലമായി ഇതിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട്. വർക്കുകൾ ഒരുപാട് ഇനി നടക്കാണ്ട്, ജിപ്സം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയറിങ്ങിൻ്റെത് അതേപോലെ തന്നെ കുറഞ്ഞ് പൊട്ടിരാണ്ട് പെയിൻറ്റിങ് രണ്ടാമൂന്ന് നടക്കാനുള്ള മാറാല കണ്ടെങ്കിൽ അത്രക്കും ഈ യാതൊരു എത്രയോ എൻ്റെ അഭിപ്രായം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഈ ഭാഗത്തേക്ക് ആരും വരെയില്ല, കണ്ടില്ലേ, പറ്റ പുടുത്തം പൊട്ടി നിൽക്കുക. നല്ല മാർബിളും ടൈൽസൊക്കെ ഇട്ട വീട്, 2 നില വീടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ നില നമ്മൾ കാണിക്കണേ കംപ്ലീറ്റ് വർക്കും നമുക്ക് സെറ്റാക്കണം. ഓപ്പൺ ക്ലീനിങ്, അതായത് ഇനി പണി രണ്ടാമത് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നണിയിട്ട് പണിക്കാർ ഈ പൊടിയും ചെളി കാണും ഞങ്ങൾ പെരേ പോകാന്ന് അറിയും. ഇത് ഞങ്ങൾക്ക് പണിയിരിക്കാൻ നടക്കില്ല അറിയും. അപ്പോൾ അതിനും വേണ്ടിയുള്ള വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എത്രത്തോളം ശരിക്ക് കണ്ടുകൊണ്ട് മുത്തുമണികളെ ഒരു നഷ്ടം ഉണ്ടാവില്ല, വേറെ ലെവലേക്കരുത്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ സെറ്റാക്കി കൊടുക്കണം. അവർക്ക് മാറാല തട്ട് അടിച്ചേരി തുടച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കുക. എങ്ങനെ നമ്മൾ ഇതിൻ്റെ മിയാക്കണമെന്ന് ശരിക്കും നിങ്ങൾ കണ്ടുകൊണ്ട് മുത്തുമണി ഒരു നഷ്ടം ഉണ്ടാവില്ല. വീഡിയോസിൽ അടിപൊളി വീഡിയോ ആണ്. ഇനി നാളെ മുതൽ ഒരുപാട് വർക്ക്, അതേപോലെ തന്നെ ജിപ്സം വർക്ക്, മറ്റേ വയറിങ്, പെയിൻറ്റിങ്, ചട്ടപ്പുട പരിപാടി തുടങ്ങാനുള്ള പരിപാടിയാണ്. കാരണം ഇതാണ് വൃത്തിയാക്കിയിട്ടാണ് ഓൽക്കാണ്ട് ഏൽപ്പിച്ചാൽ. മറ്റേ ഓല് തിരിഞ്ഞു പോയാലോ. അങ്ങനെ മുത്തുമണി നമ്മൾ ആദ്യം മാറാല തട്ടുന്ന ഇനം ആണ് തുടങ്ങി. ഒരു തലക്കുന്ന അങ്ങനെ കണ്ടമാനം മാറാലുണ്ട്. റൂമും ഡൈനിങ് ഹാളും അത്യാവശ്യം വലിയ വീടാണ്. മുകളിൽ തന്നെ 2-3 ബെഡ്റൂം, അടിയിലുണ്ട് 2-3 ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് ഹാൾ, ലിവിങ് അത്യാവശ്യം. പിന്നെ നമ്മൾ അടിച്ചു തരാൻ വേണ്ടിയില്ലേ. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ അടിച്ചു തരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, നല്ല കട്ടിയിൽ പിടിച്ച് അടിച്ചു തരാം. അപ്പോൾ ശരിക്ക് പൊടി പോരുള്ളൂ. ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമ്മൾ അടിച്ചൊരു സെറ്റൊക്കെ മുത്തുമളേ. പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് തുടപ്പണിയാണ്. ഇതാ ഒരു തലക്കുന്ന നല്ലോക്കി 2-3 വട്ടം നമ്മൾ തുടച്ചതിന് ഇത് വൃത്തിയാനും വേണ്ടി അത്രക്കും ടാസ്ക്. ഇനി നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ അവസ്ഥ. ഓപ്പൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്നാലും നമ്മളൊരു ഇതുണ്ട്, അത് ചെയ്യണം. ഈ ഓപ്പൺ ക്ലീനിങ്ങും ഇത് ആഫ്റ്റർ മുത്തുമണി കാണിച്ചാണ്. 2-ാം നില മേലത്തെ ആദ്യം കാണിച്ചാണ്ടല്ലേ, എല്ലാ മാറാലും കണ്ടില്ലേ, ഫുള്ള് തട്ടി നമ്മൾ വൃത്തിയാക്കി കണ്ടില്ലേ. മാറാലകളൊന്നും ഇല്ലല്ലോ, അപ്പം മിയാക്കില്ലേ. ഇനി അതിൻ്റെ അടി മാറ്റും, അതായത് ടൈൽസ് ഇട്ടിട്ട് സ്ഥലം കാണിച്ചു തരാം. ആദ്യം തന്നെ 2-ാം നില മുത്തുമണികളെ. ഇനി പൈനിങ് ഒക്കെ തുടങ്ങണ്ടേ. 2-ാം നില കണ്ടില്ലേ, 2-ാം നിലയുടെ മുകളിലെ ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ പോയത് റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു ലിവിങ് ആണ്. ഫുൾ കംപ്ലീറ്റ് വൃത്തിയാക്കി മിയാക്കി ഓപ്പൺ ക്ലീനിങ് കാണിക്കുക. ഓപ്പൺ ക്ലീനിങ് എന്താണെന്ന് നമ്മൾ ഇനി പറഞ്ഞുതരാം. അത് അടിയത്തെ നിലയെ കാണിക്കുമ്പോൾ നമ്മൾ ശരിക്കും കാണിച്ചു തരാം എന്താണ് ഈ ഓപ്പൺ ക്ലീനിങ്ങും സാധാ ക്ലീനിങ്ങും ആയിട്ടുള്ള മാറ്റാണ്. ഇനി ഇതിൽ ഒരുപാട് ക്ലീനിങ് വർക്ക് ഇനി വരാനുള്ളതാണ്. കാരണം ഇതൊന്നും ഫൈനൽ ക്ലീനിങ് അല്ല, ഇത് പണി നിർത്തിയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള സംഗതി കൊണ്ട് വന്നൊരു സംഗതിയാണ് പൊടിയും ചെളിയും. ഇതാണ് മുകളിലത്തെ നിലയത്തെ. ഇവിടെയൊക്കെ കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ. ഇതൊന്നും ക്ലിയറായില്ലേ, കാണുകൂടില്ലേ ഉണ്ടോ. ഏതൊക്കെ കണ്ണാടിയൊക്കെ തെളുങ്ങുന്നുണ്ടെങ്കിൽ ജനാൽ കൂടെ ലൈറ്റ് തെളുങ്ങുന്നുണ്ടെങ്കിൽ ടൈൽസ് മേൽ ഓപ്പൺ ക്ലീനിങ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ സംഭവമുണ്ട്. ഈ മുകളിലത്തെ നിലയത്ത പ്രശ്നമൊന്നുമില്ല, അടിയത്തെ നിലയിലാണ് ഓപ്പൺ ക്ലീനിങ്ങും ഈ സാധാ ക്ലീനിങ്ങിൻ്റെ വ്യത്യാസം. ഉണ്ടല്ലേ, ഇത് മേലെ സിറ്റോട്ട് നോക്കി നല്ല വൈബാണ് മുത്തുന്നത്. ഒരു രക്ഷയില്ല. ഏതാ വൈബ് വല്ലാത്ത മതി. പിന്നെ ഇവിടെ ഓപ്പൺ ഡ്രസ്സിലൊന്ന് ഓപ്പൺ ആക്കി ക്ലീൻ ചെയ്താൽ കല്ലൊക്കെ ഒന്നും ഒരു അരുവ് കട്ടിയിട്ട് അവിടെ പൊടിയും കാര്യമൊക്കെ അടിച്ചേരി സെറ്റാക്കി ഇടണ്ടല്ലേ. അതൊക്കെ ചണ്ടി നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മൾ അടിയത്തെ നേരത്തെ കാണിച്ചു തരാം കേട്ടോ. അടിയിൽ നിന്ന് സിറ്റോട്ട് ഉണ്ടല്ലേ, സിറ്റോട്ടിൻ്റെ അവസ്ഥ ഉണ്ട് ഞങ്ങൾ. ഇനി ഇതാണ് ഓപ്പൺ ക്ലീനിങ്ങും ഉണ്ട്. ഇതിൽ ഒരുപാട് ചളി പോലത്തെ കറകളുണ്ട് ഞങ്ങൾ. ഇതാണ് ഓപ്പൺ ക്ലീനിങ്ങും സാധാ ക്ലീനിങ്ങിൻ്റെ മാറ്റം. അതായത് ഫൈനൽ ക്ലീനിങ് ആണ് നമ്മളിത് ചെയ്യും. ഫൈനൽ ക്ലീനിങ് അല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. അതായത് ഇതിൽ പശ, ജിപ്സം വർക്ക് അങ്ങനെ ഒരുപാട് പണി നടന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ പശി കാര്യം മറിച്ച് ഒരുപാട് സംഗതി ഉണ്ട്. നമ്മൾ സാധാ തുടച്ച് അടിച്ചിട്ട് കിട്ടൂല. അത് നമ്മളെന്ത് കെമിക്കൽ യൂസ് ചെയ്ത് ഇത് ഒഴിവാക്കും. ഇവർക്ക് പോയി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഒരുപാട് വേസ്റ്റ് വരാനുള്ളത് ഫൈനൽ ക്ലീനിങ് അല്ല. അതാണ്ട് ഈ റൂമിൽ കണ്ടമാനം വർക്ക് എടുക്കണം. അതിൻ്റെ സാധനങ്ങളുണ്ടല്ലേ, വർക്കൊന്നും മുഴുവനായിട്ടില്ല അല്ലേ, ഒക്കെ ഇവിടെ ബാലൻസാണ്. അപ്പം അതിൻ്റെ ഇനിയുള്ള ഈ പൊടിയും കാര്യം പണിക്കാർക്ക് വരുമ്പോൾ അതിനോട് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് നമ്മളത് ഏൽപ്പിച്ചത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മളെന്ത് മിയാക്കി 100-101 ആക്കി. എന്നാലും ഓപ്പൺ ക്ലീനിങ് കണ്ടല്ല, ഈ ചളി ഈ കറകളുണ്ടല്ലോ ഇഷ്ടംപോലെ കുത്ത്, അത് ഇവിടെ പോക്കണം. അത് ചളിയല്ല, അത് പശ ഇറ്റാണ്ടുള്ള പോലെ ശ്രദ്ധയോടുന്ന സംഗതിയാണ്. അത് നമ്മൾ ഫൈനൽ ക്ലീനിങ് നമ്മൾ എവിടെ പോകണമെങ്കിലും അത് ചെയ്ത് മുഴുവനാക്കും കേട്ടോ. അതിനിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരുപാട് ക്ലീനിങ് നടക്കാനാണ്, പണി ഇനി സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേനും ഇനിയും ഇഷ്ടംപോലെ ഉണ്ടാവും അല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചളിക്കുത്ത് അതാണ്. അത് പശ മറിച്ച് ഇറ്റാൻ ടൈമിൽ പൊടി പിടിച്ചിട്ടുള്ള സംഭവമാണ്. അത് ഫൈനൽ ക്ലീനിങ് നമ്മൾ സെറ്റാക്കി കൊടുക്കും കേട്ടോ. അടിയത്തെ നേരാണ് നീ കാണിക്കുന്നത്. പൊടിയും ചളിയൊക്കെ ആയത് ഫുള്ള് സെറ്റാക്കി കണ്ടില്ല ഞങ്ങൾ. അതിന് മുത്തുമണി ഇതോടെ നമ്മളെ വീഡിയോസ് തീരാണ്.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു. അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക് യു.